ഫവസെ, ഈ ജനപ്രതിനിധികളെ ഫോൺ ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് പുറത്തു വരുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. രസകരമായിട്ടുള്ളതും ഉണ്ട്, അല്ലാതെ കൃത്യമായിട്ടും എയിം ചെയ്തുകൊണ്ട് വിളിക്കുന്ന കുറച്ച് ആളുകളും ഉണ്ട്. ഇതിൽ മുകേഷിന്റെ കുറേ ഫോൺ കോൾസ് ഒരുപാട് വൈറലായിട്ട് വന്നിട്ടുണ്ട്. മുകേഷിന് പലരും വിളിക്കുന്നതും അവരോട് മോശമായിട്ട് സംസാരിക്കുന്നതും ഒക്കെ മുകേഷ് MLA ആയിരുന്ന സമയങ്ങളിൽ ഒരുപാട് വൈറലായി പോയിക്കൊണ്ടിരുന്നൊരു സാധനമാണ്. ഇപ്പം എന്തായാലും മുകേഷിനെ 8 നില പൊട്ടിയിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ഇപ്പോൾ വീണ്ടും മുകേഷിനെ തേടി ഒരു ഫോൺ കോൾ ചെന്നിരിക്കുകയാണ്. ആ ഫോൺ കോളിൽ ആ കുട്ടി പറയുന്നത്, ആ കുട്ടിയല്ല, ആ യുവാവ് പറയുന്നത് ഇങ്ങനെയാണ്. ഹലോ മുകേഷ് ചേട്ടാ. മുകേഷ് ചേട്ടാ, മറ്റേ മുകേഷിന്റെ ഒക്കെ പുതിയൊരു പടം വരുന്നുണ്ടല്ലോ, അത് ഉടനെ വല്ല റിലീസ് ആകുമായിരുന്നു? മറ്റേ പഴയ ജഗദീഷ് ചേട്ടന്റെ തിരുവല്ലയെന്ന് ചേട്ടാ. ചേട്ടൻ ഭയങ്കര ഒരു ഫാനാ. മറ്റേ ഉടനെ വല്ല റിലീസ് ആകുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. പേര് ശ്രീകുമാറിന് ചേട്ടാ. ചേട്ടനും മറ്റേ ജഗദീഷ് ചേട്ടനും മറ്റേ അതന്നെ. ഞാൻ ചേട്ടനെ നേരത്തെ എന്റെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരാളെ വിളിക്കുമ്പം ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് ഇന്നാരാണ് വിളിക്കുന്നത്, ഇപ്പൊ സംസാരിക്കാൻ പറ്റുമോ? സാമാന്യ മര്യാദ വിളിച്ചിട്ട് ഇപ്പൊ പുതിയ പടത്തിന്റെ പള്ളി പോയി പറഞ്ഞാൽ മതി. എന്റെ അടുത്ത് വേണ്ട കേട്ടോ. കൊണ്ട് കളഞ്ഞില്ലയോ? ഫ്രണ്ട്ഷിപ്പ് മുഴുവൻ കൊണ്ട് കളഞ്ഞില്ല. ജഗദീശനെ വിളിക്കാം. അവൻ പാട്ടി, അവൻ റാസ്കൽ. അദ്ദേഹത്തെ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്, ഇത്രയും നാൾ പല കാര്യങ്ങളായിട്ട് ചോദിച്ചിട്ട് പല ജില്ലകളിൽ നിന്നിട്ട് വിളിച്ചിട്ട് ഇപ്പുറത്തെ MLA യോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് പുതിയ ഇറങ്ങാൻ പോണ പടത്തിന്റെ കാര്യം ചോദിച്ചിട്ടാണ്. കൃത്യമായിട്ടും ഇന്റൻഷനലി ചെയ്തൊരു കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് എന്ത് കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത്തിരി വൈറൽ കണ്ടന്റിന് വേണ്ടി തന്നെ ചെയ്തതായിരിക്കണം. പക്ഷെ മുകേഷ് തിരിച്ച് റിപ്ലൈ കൊടുത്തിരിക്കുന്ന രീതിയും ഇതാണ്. അതിനിടയിൽ ജഗദീശനെ പറ്റിയിട്ടും ചോദിക്കുന്നുണ്ട്. ജഗദീശനെ മോശമായിട്ടാണ് പ്രയോഗിക്കുന്നത്. കൂട്ടുകാരനാണ്, ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയേ അയാൾ വില കൊടുക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ, സാധാരണ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ അറിയാത്ത തമ്മിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത ജനങ്ങളെ ഇദ്ദേഹത്തിന് എങ്ങനെ സേവിക്കാൻ പറ്റുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കൊല്ലംകാർ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. തിരിച്ചറിവുണ്ടായി തോപ്പിച്ചു വിട്ടത് വളരെ നന്നായി എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ റാസ്കൽ വിളിയൊക്കെ കൊല്ലംകാർ മൊത്തം കേൾക്കേണ്ടി വന്നേനെ. ഇതിപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജഗദീഷിനോട് പേരെടുത്ത് പരാമർശിക്കാനുള്ള ഒരു കാരണം, ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ജഗദീഷിന് കൊടുക്കുന്നുള്ളൊരു വാർത്ത വന്നായിരുന്നു. വാർത്ത മാത്രമല്ല, കോൺഗ്രസ് പറഞ്ഞ പോലെ മത്സരത്തിന് വരെ ജഗദീഷിനെ ഇറക്കുന്ന ഒരു ഇതിലോട്ട് കൊണ്ടുവന്നായിരുന്നു. കാരണം ചലച്ചിത്ര അക്കാദമി ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നിലവിലുള്ള ആൾ രാജിവെക്കുന്നതും പല വലിയ വിവാദങ്ങൾ നടന്നിരുന്നു അവിടെ. നമുക്കറിയാം, മുകേഷ് ആയാലും ജഗദീഷ് ആയാലും രണ്ടുപേരും സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. ജഗദീഷിനെ മത്സരത്തിലോട്ട് ഇറക്കണമെന്ന് തുടക്കത്തിൽ കോൺഗ്രസ് വിചാരിച്ചിരുന്നു, പിന്നെ ഇറക്കിയിട്ടില്ല. വിജയിച്ചതിന് ശേഷം ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പൊസിഷനിലോട്ട് ജഗദീഷിനെ കൊണ്ടുവരണം എന്നുള്ള സാധനം കോൺഗ്രസ് മുമ്പോട്ട് വെക്കുന്നു. ജഗദീഷ് അതിന് പറഞ്ഞ കാര്യം, ഞാനിപ്പോൾ സിനിമയിലോട്ടാണ് മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തനിക്കിപ്പോൾ അതിന് താല്പര്യമില്ല. ഞാൻ ഇൻ കേസ് അത് ഏറ്റെടുക്കുകയാണെങ്കിൽ എൻ്റെ സിനിമ മൊത്തം ഞാൻ ഒഴിവാക്കിയിട്ട് അതിലോട്ട് ഇരിക്കണം. രണ്ടെണ്ണം ഒരുമിച്ച് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് നടക്കില്ല. എൻ്റെ ഫുൾ ഫോക്കസ് അതിലോട്ട് കൊടുക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള ആൾ പറയുന്നത് അത് ന്യായമായ കാര്യം തന്നെയാണ്. ഇനി മുകേഷിൻ്റെ കാര്യത്തോട്ട് വരുമ്പോൾ, മുകേഷിന് എന്തിനാണ് ഈ ചുരിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ആൾ സിനിമാ നടനായിരുന്നു. സിനിമ ഉപേക്ഷിച്ച് മുഴുവനായിട്ട് ഉപേക്ഷിച്ചു എന്ന് പറയുന്നില്ല, എന്നിരുന്നാൽ പോലും അത് ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുന്നു. കൊല്ലത്ത് ജയിക്കുന്നു, MLA ആവുന്നു. കൊല്ലത്ത് MLA ആവുന്നല്ല, ഒരുപാട് വിവാദങ്ങൾ വരുന്നു. മുകേഷിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊല്ലത്ത് പോയിട്ട് മുകേഷിൻ്റെ വീടിൻ്റെ അവിടെ പോകണം. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ റോഡുണ്ട്, ആ റോഡ് ഇപ്പോഴും പൊളിഞ്ഞു കിടക്കുക. അദ്ദേഹം അതിനാണ് MLA, ആളാണ് അതിന് ഫണ്ട് പാസ്സാക്കേണ്ടത്. അപ്പം തൊട്ടപ്പുറത്ത് നടക്കുന്ന ഇരവിപുരം മണ്ഡലമാണ്, ഈ കൊല്ലം ഇരവിപുരം ബോർഡറാണ്. അപ്പം ഇരവിപുരം മണ്ഡലം CPM-ന്റെ ആളാണ്. രണ്ടുപേരും CPM-കാരാണ്. അപ്പം ഇയാൾ പറയും മറ്റേ ഇരവിപുരത്തെ MLA അയക്കാത്തതുകൊണ്ടാണ്. ഇരവിപുരത്തെ MLA പറയും ഞാനല്ല, അത് അയാളുടെ മണ്ഡലമാണ്, അയാളാണ് അവിടെ ഇപ്പോഴും ഉണ്ട്. ഇരവിപുരം MLA-യുടെ പോസ്റ്റ് ഉണ്ട്, അതുമായി വിവാദമായി ബന്ധപ്പെട്ട ആ റോഡ് പണി. അപ്പോൾ സ്വന്തം നാട്ടിൽ സ്വന്തം വീടിൻ്റെ ഉമ്മരത്തെ റോഡ് ടാറിടാൻ പറ്റാത്ത നേതാവാണ് ഈ പറഞ്ഞ പോലെ മുകേഷ്. അപ്പം ഇത്തരത്തിൽ വളരെ ദുരന്തമായിരുന്നു കൊല്ലംകാർക്ക് കിട്ടി. കൊല്ലം ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് CPM എന്താ പറയുക, കണ്ണൂരല്ല CPM-ന്റെ ഉരുക്കുകോട്ട. ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് CPM-ന്റെ ഉരുക്കുകോട്ട എന്ന് പറഞ്ഞാൽ അത് കൊല്ലം ജില്ലയാണ്, പ്രത്യേകിച്ച് കൊല്ലം മണ്ഡലമാണ്. അത്ര കൊല്ലം മണ്ഡലം പോലത്തെ ഒരു പ്രദേശത്ത് കോൺഗ്രസിന് ബിന്ദു കൃഷ്ണയെക്കുറിച്ച് ജയിച്ചു എന്നുണ്ടെങ്കിൽ അതിനുള്ള ഏക ഉത്തരവാദി എന്ന് പറഞ്ഞാൽ അത് ഈ മുകേഷ് തന്നെയാണ്. മുകേഷും ഇത് മാത്രമല്ല, മുകേഷിൻ്റെ പ്രകടനം കണ്ടിട്ടാണ് CPM പിന്നീട് ഈ പറഞ്ഞ പോലെ ലോക്സഭയിലോട്ട് MK പ്രേമചന്ദ്രനെതിരെ 2024 മത്സരിപ്പിച്ചത് മുകേഷിനായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പോലും വലിയ ഗ്രൗണ്ട് റിപ്പോർട്ടൊക്കെ എടുക്കുമ്പോൾ എനിക്ക് സുഖമായിട്ട് മനസ്സിലാവുമായിരുന്നു MK പ്രേമചന്ദ്രന് വലിയ പണിയെടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ സുഖമായിട്ട് ജയിച്ചു പോകും. അപ്പുറത്ത് എതിർ സ്ഥാനാർത്ഥി മുകേഷാണ്.
വലിയ മുകേഷിനെതിരെ ഒരുപാട് വിവാദങ്ങളല്ലാതെ തന്നെ വന്നിട്ടുണ്ട്. ഒരുപാട് ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള ആളുകളുടെ വിവാദങ്ങളും ഫോൺ കോളുകളും ഒക്കെ. ഫോൺ കോളുകളിൽ ശരിക്കും ഒരു കേമനാണ് അദ്ദേഹം. ഒരുപാട് ഫോൺ കോൾസ് പുറത്തു വന്നിട്ടുണ്ട്. തഗ് ഡയലോഗിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പഞ്ചാര ഡയലോഗുകളും പുറത്തു വന്നിട്ടുണ്ട്. ഹണി ട്രാപ്പ് തട്ടിപ്പ് കേസിലൊക്കെ ഒരു പ്രതിയായിട്ടുള്ള യുവതിയുമായിട്ടുള്ള തഗ് ഡയലോഗുകൾ, ഇതേ യുവതിയുമായിട്ട് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുള്ള വോയിസ് ഓവർ പുറത്ത് വന്ന അതേ യുവതിയുമായിട്ട് കൃത്യമായിട്ട് മഴ കൊള്ളാണ്ട് വരാനും പിണങ്ങുന്നതും കുഞ്ഞ് പിണക്കങ്ങളും പരിഭവങ്ങളും വരാത്തതിന് അതെ കെയറിങ് ഏട്ടായി ആയിരുന്നു മുകേഷ് ഏട്ടായി. അപ്പോൾ അത്തരത്തിലൊരു ഏട്ടായി തോറ്റതിൻ്റെ ഒരു വിഷമം കൊണ്ടായിരിക്കും ഇപ്രാവശ്യം സിനിമയുടെ കാര്യം ചോദിച്ച് വിളിച്ച ചെക്കനെ ഇത്തരത്തിൽ. എന്തായാലും ഈ വിളിച്ചയാള് അത്ര ഇന്നസെന്റ് ആയിട്ട് വിളിച്ചതാണെന്ന്. അതെ, സിനിമയും പോയി രാഷ്ട്രീയവും പോയി, പിന്നെ അത് കഴിഞ്ഞാണ്ട് വീണ്ടും സിനിമ എന്ന് പറഞ്ഞാൽ അതെ അദ്ദേഹം ഇന്നസെന്റ് ആയിട്ട് വിളിച്ചതൊന്നും അല്ല, ഈ ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ വിളിച്ചതാണ്. പക്ഷെ കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കണമെന്ന് ജനങ്ങൾക്കാണെങ്കിലും ഒരു ആഗ്രഹമൊക്കെ തോന്നൂല്ലോ. ഇത്രയും നാളത്തെ ഒരു ചുരുക്ക് ജനങ്ങൾക്കും തീർക്കാനുണ്ടല്ലോ, അതിങ്ങനെയൊക്കെ എല്ലാവർക്കും തീർക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്തായാലും ഒരേ ഫീൽഡിൽ നിൽക്കുന്ന ജഗദീഷിനെ പോലെ ഒരു വ്യക്തിയെ, ജഗദീഷിനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ജഗദീഷിനെതിരെ ഇത്തരത്തിലൊരു വാക്ക് പറയാൻ ഈ മനുഷ്യന് നാവ് പൊങ്ങിയതെന്ന് മനസ്സിലാവുന്നില്ല. ജഗദീഷ് വേറെ, മുകേഷ് വേറെ. പേഴ്സണലി ഉള്ള അഭിപ്രായമാണ്. പലർക്കും പല ചോയ്സുകളായിരിക്കും. പക്ഷെ ജഗദീഷ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു നോളജും വാല്യൂവും ഒക്കെ വേറെ തലത്തിൽ നിൽക്കുന്നതാണ്. പക്വതയോടുകൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് മുകേഷിനെ സംബന്ധിച്ചിടത്തോളം. ഉറപ്പായിട്ടും ഓരോ വിഷയങ്ങളിലും ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ രണ്ടും കൂടി ഒരുമിച്ച് എന്നെ കൊണ്ട് പറ്റില്ല. ഒരു കാര്യത്തിൽ ഏറ്റെടുക്കുന്ന വിഷയം ഏറ്റവും ഭംഗിയാക്കണം എന്ന് ഉറച്ച് ആ രീതിയിലേക്ക് ഇറങ്ങുന്ന ആളാണ്. അല്ലാണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോഴും മുകേഷിനെ പോലെ MLA ആയിരിക്കുന്ന സമയത്തും സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിയമസഭയിൽ പോലും പങ്കെടുക്കാണ്ട് പോയിട്ടുണ്ട്. അതായത് കൊല്ലങ്കാർ തന്നെ പോസ്റ്റ് എഴുതിയിട്ടുണ്ട്, MLA കാണാനില്ല, കണ്ടുകിട്ടുന്നവർ ഒന്ന് അറിയിക്കുക എന്ന് പറഞ്ഞിട്ട്. ആ അവസ്ഥയിലേക്ക് രണ്ടിലും പോയി, രണ്ടിലും ഒന്നും ആവാൻ പറ്റാണ്ട്, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ ഭാവിയും പോയി അപ്പുറത്തും പോയി എന്നുള്ള അവസ്ഥയിൽ രണ്ടും കൂടെ എല്ലാം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതിന് പകരം ജഗദീഷിനെ പോലെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ ഒരാൾക്ക് പറ്റുന്ന, ജഗദീഷിൻ്റെ ഓരോ വിഷയങ്ങളിലുമുള്ള ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ടൈമിൽ പോലും അദ്ദേഹം പറഞ്ഞ കൊമേഴ്സ് അധ്യാപകനാണല്ലോ, അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് പറയുന്ന മാധ്യമപ്രവർത്തകരുടെ ചില ചോദ്യങ്ങൾക്ക്, കൊനിഷ്ഠ ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത മറുപടിയൊക്കെ ശരിക്കും നമ്മൾ ഫാനായി പോകും. അത്രയും വിവരവും ഇതുള്ള മനുഷ്യനാണ്. അപ്പം അങ്ങനെ ഒരു തലത്തിൽ നിൽക്കുന്ന ഒരാളെ റാസ്കൽ എന്നും ചെറ്റ എന്നും ഒക്കെ വിളിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു സംസാര ഭാഷയിൽ നിന്ന് തന്നെ അറിയാം മുകേഷിനെയും ജഗദീഷിനെയും തമ്മിൽ എത്തരത്തിൽ താരതമ്യം ചെയ്യണമെന്ന്. അത് ഓരോ മനുഷ്യന്മാർക്ക് ഇഷ്ടങ്ങൾ പലതായിരിക്കാം. പേഴ്സണലി ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല, ഇതിലും ഇപ്പം ഈ ജഗദീഷിന്റെ കാര്യം പറഞ്ഞപ്പം എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റാത്ത മറ്റൊരു സിനിമാ നടനാണ് നമ്മുടെ പാലക്കാട് നിലവിലെ MLA പിഷാരടി. അദ്ദേഹം ഈ പറഞ്ഞ പോലെ അദ്ദേഹം ജയിച്ചതിന് ശേഷം പറഞ്ഞു, ഞാൻ എൻ്റെ സിനിമ പിന്നെ പ്ലാറ്റ്ഫോമിലൂടെ നിർത്തുകയാണ്. അടുത്ത 5 വർഷത്തിനോട് ഞാൻ MLA എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. ഇനി സിനിമയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലോട്ടോ എപ്പിസോഡ് അതിനെ ബന്ധപ്പെട്ട സീരീസിലോട്ട് താൻ പോകുന്നില്ല എന്നുള്ളതും താൻ മുഴുവനായിട്ട് പാലക്കാടിൻ്റെ MLA ആകും. അതാണ് ശരിക്കും ഒരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് രണ്ടിലും ഒരുപാട് ചോട്ടി നിൽക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സിനിമ ഫീൽഡ് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മുഴുവനായിട്ട് അവിടുന്ന് മാറി നിൽക്കേണ്ടി വരും. എവിടേക്കാണോ ലൊക്കേഷൻ അവിടെ പോകേണ്ടി വരും. ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോളം അവിടെ നിൽക്കേണ്ട അവസ്ഥ വരും. കാലാവസ്ഥ പ്രതികൂലമാണ്, ചിലപ്പോൾ കാലാവസ്ഥ മാറുന്നവരെ കാത്തിക്കേണ്ടി വരും. ഇത്തരത്തിൽ ഭയങ്കര ടൈം കൺസ്യൂമിങ് ഉള്ളതാണ്. അപ്പോൾ ആ ഒരു കാലയളവിൽ അവിടെ MLA ഉണ്ടാവില്ല. ആർക്കും വിളിച്ചു പറഞ്ഞ ഇത് എന്തെങ്കിലും പ്രശ്നം നേരിടാൻ ഒരാളില്ല അവിടെ. നാഥനില്ലാത്തൊരു മണ്ഡലം പോലെ. പക്ഷേ നാഥനില്ലെങ്കിലും അതിനിടയിൽ ഞാൻ മീറ്റിങ്ങിലാണ്, അതും സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് എന്തോ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സഭ മീറ്റിംഗ് എന്തോ നടക്കുന്ന സമയത്താണ് അദ്ദേഹം കൊടയുമായിട്ട് വരാൻ പറഞ്ഞിട്ടൊരു കെയറിങ് ഏട്ടായി വോയിസ് പുറത്ത് വന്നത്. ഞാൻ അതിനിടയിൽ നിന്നും വന്നതാണ്. എന്നിട്ട് നീ എന്നെ പറ്റിച്ചോ എന്ന് ചോദിക്കുന്ന ഒരു വോയിസും വന്നതാണ്. അപ്പം അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം ഏത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഇടയിലും സമയം കണ്ടെത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയില്ല എന്ന് മാത്രം. അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾക്കൊക്കെ അദ്ദേഹം MLA ആയിരുന്ന സമയങ്ങളിലും അദ്ദേഹം സമയം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾക്ക് സമയം കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല ജനങ്ങളെ ജയിപ്പിച്ചു വിട്ടത്. ഈ പറഞ്ഞതുപോലെ പിഷാരടി ആണെങ്കിലും ജഗദീഷ് ആണെങ്കിലും ഒക്കെ പറയുന്നൊരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഇതിന് മാത്രം നിൽക്കും. ഇപ്പോൾ മുകേഷിന് മാത്രമായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. മുകേഷ് ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ ആ സമയത്ത് പോയി എന്നുള്ളത് പോലെ തന്നെ PV അൻവർ ജയിച്ചൊരു സമയത്തും PV അൻവറിനെ ഇതുപോലെ കാണാനില്ലായിരുന്നു. സ്വർണ്ണഖനി മുതലാളിയായിട്ട് അദ്ദേഹം ആഫ്രിക്കയിലായിരുന്നു. ഇവിടെ MLA ആയിട്ട് ജയിപ്പിച്ചു പോയി. അദ്ദേഹത്തിന്റെ കാശ് കൊടുത്ത് വേറെ ആൾക്കാർ വെച്ചു, കുറേ സ്റ്റാഫിനെ വെച്ചു. ആ സ്റ്റാഫായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ വോട്ട് ചെയ്ത ജനങ്ങളൊക്കെ പൊട്ടന്മാരല്ലേ. അപ്പം അത്തരത്തിൽ ചെയ്താൽ മതി എന്നുള്ളൊരു, എല്ലാം കൂടി ഒരുമിച്ച് കൈയിട്ട് വരുന്നതിൻ്റെ ഇടയിൽ എല്ലാം കൂടി നഷ്ടമാകുന്ന ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഒരു നിയന്ത്രണം തെറ്റിയ, അതെ. അപ്പോൾ അതിൻ്റെ ഒരു നിയന്ത്രണം വിട്ട ഒരു പ്രതികരണമായിട്ട് മാത്രമേ ഇതെന്ന് തോന്നുന്നുള്ളൂ. എന്താണെങ്കിലും ആ വിളിച്ച ആൾ എന്താണോ ഉദ്ദേശിച്ചത് ആ രീതിയിലേക്ക് എന്തായാലും ആ മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റി.